ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെറിയൊരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് കടുക് നല്ലപോലെ പൊട്ടിച്ചെടുക്കാം. അത് നല്ലപോലെ പൊട്ടിയതിന് ശേഷം വലിയ ഉള്ളിയും കരിവേപ്പിലയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത്, പിന്നെ പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കരിവേപ്പിലയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. അത്യാവശ്യം നല്ലപോലെ വഴഞ്ഞതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വീണ്ടും വഴറ്റണം. അങ്ങനെ വഴറ്റിയതിന് ശേഷം ഒരു 4-5 തക്കാളി, ഒരു 4 നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ചെയ്ത് അതും ഇതിനകത്ത് ചേർക്കണം. അതിനുശേഷം നല്ല കുഴമ്പ് പരുവത്തിലാവുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഈ ഒരു പരുവത്തിലാക്കുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. ശേഷം ഒരു നേരത്തെ ചോറ്, അതായത് ഒരു 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും ചോറ് ഇതിനകത്ത് ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചെറിയൊരു സമയത്തിനുള്ളിൽ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് തക്കാളിച്ചോറ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.